വൻകിടക്കാരായ കുറേ ആളുകളിലേക്ക് ഈ ക്വാറികളുടെ കുത്തക കൈവശം വരത്തക്കുള്ള ഒരു സമീപനമാണ് റവന്യൂ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എക്സ്പ്ലോസീവ് സൂക്ഷിക്കാനുള്ള ലൈസൻസിൽ വരുത്തിയിരിക്കുന്ന നിയന്ത്രണം കാരണം നാട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് പാറ കൊടുത്തുകൊണ്ടിരുന്ന ചെറുകിട ക്വാറികൾക്കൊക്കെ ഇന്ന് പ്രവർത്തനാനുമതി നിഷേധിച്ചിരിക്കുന്നു. ഏതാനും വൻകിടക്കാർ മാത്രം ഈ രംഗത്തു മതി എന്ന നിലയിൽ അവർക്കനുകൂലമാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും നിലപാടുകൾ. അപ്പോൾ വൻകിടക്കാരിൽ നിന്ന് കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ഒരു വ്യവസായ മേഖലയായി ഇത് മാറിയിരിക്കുന്നു. അതിനെതിരെ ആരെങ്കിലും ചെറുവിരലെങ്കിലും അനക്കിയാൽ അവരെ ഒന്നെങ്കിൽ ജില്ലയിൽ നിന്ന് കടത്തും, അല്ലെങ്കിൽ വീഴ്ത്തും എന്നതാണ് ഇന്നത്തെ അനുഭവം. കോടികൾ ലാഭം കൊയ്യുന്ന ക്വാറി മാഫിയകളുടെ കയ്യിൽ നിന്ന് സർക്കാർ ഈടാക്കുന്നത് തുച്ഛമായ തുകയാണ്. ലൈസൻസ് ഫീ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് ലാഭത്തിന്റെ 1% എന്ന നിലയ്ക്ക്. സർക്കാരിന്റെ ഉടമസ്ഥതയിലും പാട്ടം നൽകിയതുമായ കുന്നുകളും പാറകളും ഇടിച്ചുണ്ടാക്കുന്നതാണ് ഈ ലാഭം. പാറ ഉൽപ്പന്നങ്ങൾ മെറ്റലും എംസാൻഡുമായി പാറകൾ അതിർത്തി കടന്നു പോകുന്നു. പക്ഷേ ഇതിനൊന്നും സർക്കാർ നികുതി ഈടാക്കുന്നില്ല. സംസ്ഥാനത്ത് ഉള്ള ക്വാറികളുടെ യഥാർത്ഥ കണക്ക് സംസ്ഥാന സർക്കാരിന് അറിയത്തില്ല എങ്കിൽ പോലും ഉദ്ദേശം കണക്ക് അവർ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 4070 ക്വാറികളും ചെങ്കല്ല് വെട്ടുകല്ലൊക്കെ വെട്ടിയെടുക്കുന്ന ക്വാറികളുണ്ടെന്നാണ്. 2 തരത്തിലുള്ള ക്വാറികളുടെയാണ് പറയുന്നത്. കരിങ്കൽ ക്വാറി, അത് കരിങ്കൽ ക്വാറി തന്നെയാണ് കൂടുതൽ. അതിൻ്റെ വരുമാനം 60,000 കോടി രൂപയാണ് പ്രതിവർഷം എന്നാണ് പറയുന്നത്. സാമാന്യം വലിയൊരു ക്വാറിയിൽ നിന്നും ഒരു ദിവസം 12 മുതൽ 16 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്നതായി ഇതിനകത്ത് ഈ മേഖലയിൽ നിന്ന് പിന്മാറിയ ചില വ്യക്തികളും അതുപോലെ തന്നെ ഇതിൽ നിന്നും പിന്മാറിയ ചില മാനേജർമാരുമുണ്ട്. ഈ ക്വാറി മാനേജർമാർ അവർ പറയും. ഭൂരിപക്ഷം പാറകളും റവന്യൂവിൻ്റെ വകയാണ്. പെർമിറ്റ് വാങ്ങിച്ചാണ് അവിടെ പാറ പൊട്ടിക്കുന്നതും മറ്റുൽപ്പന്നങ്ങളായി മാറ്റുന്നതും. എന്നിട്ടും യാതൊരു നിയന്ത്രണവും വിലയുടെ കാര്യത്തിലില്ല. ഒരു വർഷം പത്തനംതിട്ട ജില്ലയിൽ 3-4 പ്രാവശ്യം കൃത്യമായി ക്വാറി അസോസിയേഷൻ കൂടി വില ഉയർത്തുന്നുണ്ട്. അതിന് യാതൊരു നിയന്ത്രണവും ആരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, ഗവൺമെൻറ് ഇടപെടുന്നുമില്ല. അപ്പോൾ ഉൽപ്പന്നത്തിന് വില ആളുകൾക്ക് താങ്ങാൻ മേലാത്തതുപോലെ വർദ്ധിപ്പിക്കുക, ആ ലാഭം മുഴുവൻ ഇവിടെ എടുക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ഗവൺമെൻറ് അധികാരികളും മന്ത്രിമാരും വേവലാതിപ്പെടുന്നില്ലല്ലോ. ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അതിൽ നിയന്ത്രണം വേണം എന്ന നിലയിലൊരു നടപടി എടുക്കുന്നില്ലല്ലോ. മറ്റു പല ജില്ലയിലും ഉള്ള ക്വാറി ഉൽപ്പന്നങ്ങളെക്കാൾ വില കൂടുതൽ ഈ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഈ കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ മാത്രമാണ് ഈ ക്വാറികളുടെ ക്രഷർ യൂണിറ്റുകളുടെ നികുതി നിർദ്ദേശങ്ങളിലൊരു മാറ്റമുണ്ടായത്. വർഷങ്ങളായി ഇത് കോമ്പൗണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് ചെയ്യുന്നതിലൂടെ എത്ര ഉൽപ്പാദിപ്പിച്ചാലും നാമമാത്രമായ നികുതി മാത്രമേ ഇവർക്ക് കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. അതിന് വ്യത്യസ്തമായൊരു സമീപനം കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രമാണ് ഉണ്ടായത്. ആ ബഡ്ജറ്റ് നിർദ്ദേശത്തിനെതിരെ സംഘടിതമായി ക്വാറി ബന്ദ് ദിവസങ്ങൾ നടത്തി ഗവൺമെൻറ് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇവർ. ഇവിടെ നിന്നും ഇതിന് ഈ 35ഓളം ക്രഷർ യൂണിറ്റുകളിലുള്ള ഒരു ക്രഷറിൽ ഒരു 10% പാറപ്പൊടി പോലും പത്തനംതിട്ട ജില്ലയ്ക്ക് ആവശ്യമില്ല. ഇത് മുഴുവനും ഈ ജില്ല കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊല്ലം, തിരുവനന്തപുരം, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 70,000 കോടി രൂപയുടെ പാറക്കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. കേരളത്തിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പായാൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ദുർബല മേഖലയിൽ പ്രവർത്തിക്കുന്ന 500-ലധികം പാറമടകളും മറ്റും പൂട്ടേണ്ടി വരും. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന കാര്യം നടപ്പാക്കിയിരുന്നെങ്കിൽ അനിയന്ത്രിതമായും അനധികൃതമായി നടത്തിക്കൊണ്ടിരുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്ന നിരവധി കരിങ്കൽ കോറികൾ, ഒന്നാമത്തെ പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഇതൊരു കോറിക്ക് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം എന്ന് അർത്ഥം.
എങ്ങനെയാണ് ഞാനതിൻ്റെ പലതവണ വായിച്ചിട്ടും പലരുമായി സംസാരിച്ചപ്പോഴും ഒരിക്കൽ പോലും അതിൽ എന്താണ് കർഷക വിരുദ്ധത എന്ന് കണ്ടെത്താൻ നമുക്കിപ്പോഴും കഴിയുന്നില്ല. കർഷകർ കൃഷി ചെയ്യണമെന്ന് പറയുന്നത് എന്ന് പറയുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് കർഷക വിരുദ്ധമാവുന്നത്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ മതനേതാക്കളെയും രാഷ്ട്രീയ കക്ഷികളെയും അണിനിരത്താൻ കെൽപ്പുള്ളവരാണ് പാറമട ലോബി. ജില്ലാ പോലീസ് മേധാവി കൈക്കൂലി കേസിൽ പുറത്താക്കപ്പെടുമ്പോഴും തെളിയുന്നത് ഈ ലോബിയുടെ കരുത്താണ്. കൈക്കൂലി വാങ്ങിയതിന് IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ഭരണകൂടം കൈക്കൂലി നൽകിയ പാറ ഉടമയ്ക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. ചെറിയ മടയുടെ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടി വൻകിട മടകളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടിയാണെന്ന ആരോപണവും ശക്തമാണ്. പരിസ്ഥിതി നാശം ചൂണ്ടിക്കാട്ടി ആറന്മുള വിമാനത്താവളത്തിനെതിരെ ഉയർന്നത് ശക്തമായ സമരമാണ്. പരിസ്ഥിതി നാശത്തിനൊപ്പം ജനജീവിതം ദുസ്സഹമാക്കുക കൂടി ചെയ്യുന്നുണ്ട് പാറമടകൾ. ഇതിന്റെ നടത്തിപ്പുകാർ ചെയ്യുന്ന ക്രിമിനൽ പ്രവൃത്തികൾ വേറെയും. എന്നിട്ടും ഇവർക്കെതിരെ നടപടിയുണ്ടാകാതിരിക്കുമ്പോൾ ചുവരെഴുത്ത് വ്യക്തമാണ്. വികസനം ഒരു അനിവാര്യതയാണ്. എന്നാൽ ഇത്തരത്തിൽ മലകളിടിച്ചും നെൽവയലുകൾ നികത്തിയുമുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ തലമുറയുടെ മാത്രമല്ല വരും തലമുറയുടെയും ഭാവിക്ക് ഭീഷണിയായേക്കാം. ആയതിനാൽ ഈ ക്വാറികൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുകയും സർക്കാർ നടപടിയെടുക്കുകയും വേണം. കേരളം കഴിഞ്ഞ 25 വർഷക്കാലമായി അനുവർത്തിച്ചു വന്ന വികസന നയങ്ങൾ, അത് ഫ്ലാറ്റ് കെട്ടിടങ്ങളെ, റോഡ്, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം നിർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ വിഷയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെ അനിയന്ത്രിതമായിട്ടോ അല്ലെങ്കിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മലയിടിച്ച് പൊട്ടിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ വികസനം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുകയും നമുക്ക് കേരളത്തിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയാത്തവണ്ണം കേരളം മരവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും പിന്നെ ഉദ്യോഗസ്ഥന്മാരും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലൊരു പക്ഷേ കേരളം വരുന്ന 5-6 വർഷങ്ങൾക്കകത്ത് തന്നെ കേരളം അതിൻ്റെ രൂക്ഷമായ പാരിസ്ഥിതിക ആഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രൂത്ത് ഇൻസൈറ്റ് പുനഃസംപ്രേഷണം വ്യാഴം ഉച്ചയ്ക്ക് 1:30, വെള്ളി രാവിലെ 7, ശനി വൈകിട്ട് 3:30. സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.mediaonetv.in. ഇമെയിൽ വിലാസം truthinsight@mediaonetv.in.